നമസ്കാരം സർ. ചൈനയിൽ നിരന്തരമായിട്ട് പോയി വരുന്ന ഒരാളെന്ന നിലക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പോകുന്നയാൾ ഒരുപക്ഷെ ലോകത്തെക്കുറിച്ച് ഇപ്പോൾ നേരിട്ട് കണ്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയ ഒരാളെന്ന നിലയിൽ ഇപ്പോൾ മലയാളിക്കും ഇന്ത്യക്കാർക്കും ഏറ്റവും കൗതുകമുള്ളൊരു വിഷയം ചൈനയുടെ യാഥാർത്ഥ്യം എന്താണ്. അതിൽ ന്യായമായും ഒരു സംശയം ചോദിക്കുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് ബേസുള്ള ഒരു ലെഫ്റ്റ് ബേസുള്ള കേരളത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴും ചൈനയെ കമ്മ്യൂണിസ്റ്റ് രാജ്യമെന്ന് വിളിക്കുന്നവരുണ്ട്. പക്ഷേ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങളായിരുന്ന, കമ്മ്യൂണിസം ഉള്ളപ്പോഴും ദാരിദ്ര്യമുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അതിസമ്പന്നരുടെ ഒരു രാജ്യമായി, അല്ലെങ്കിൽ ലോകത്തിലെ വൻകിട രാജ്യങ്ങളോട്, മുതലാളിത്ത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു രാജ്യമായി ഒന്നാം നിരയിലേക്ക് ചൈന വന്നിരിക്കുന്നു. എന്താണ് ആ വളർച്ചയുടെ രഹസ്യം? സോവിയറ്റ് യൂണിയന് സാധിക്കാത്തത് ചൈനക്ക് സാധിച്ചിരിക്കുന്നു. സാറിൻ്റെ ഒരു നേരിട്ടുള്ള അനുഭവം എന്ന നിലയിൽ മാവോയിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. ചൈനീസ് വിപ്ലവം എന്നൊക്കെ പറയുന്നത് തുടങ്ങുന്നത് മാവോയുടെ സാംസ്കാരിക വിപ്ലവം തൊട്ടുള്ള 46 കഴിഞ്ഞ് 48 മുതലുള്ള ഒരു കാലമാണല്ലോ. മാവോയിൽ നിന്ന് ഡെങ്ങിലേക്ക് അല്ലേ, അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഷീ വരെയുള്ള ഒരു വളർച്ച. ഏതാണ് ആ വളർച്ചയുടെ പാത? ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചൈനയോടൊരു വൈകാരികമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ MAക്ക് ഈ ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിരുന്നു. അതുകൂടെ ചൈനീസ് കഥകൾ ഒരുപാട് വായിച്ചിരുന്നു. പലപ്പോഴും ഈ സൺയാറ്റ്സൺ പിടിച്ചിട്ട് നാഷണലിസ്റ്റ് ഗവൺമെൻറ് വരുന്നതിന് മുമ്പുള്ള ചൈനയെ വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കർച്ചീഫ് അടുത്തിരിക്കണം. കാരണം കണ്ണുനീര് നമ്മൾ അറിയാതെ ഇങ്ങനെ ഒഴുകി വീണുകൊണ്ടിരിക്കും. അത്രയും ക്രൂരമായ ജീവിതങ്ങൾ നമ്മൾ കണ്ട്, വേറൊരു കഥ വായിച്ചാൽ അത്രയും നമുക്ക് വരത്തില്ല. അത് കഴിഞ്ഞാണ് പിന്നെ ഭയങ്കര ആഗ്രഹത്തോടു കൂടി നാഷണലിസ്റ്റ് ഗവൺമെൻറ് വരുന്നത്. പക്ഷെ അതിനകത്തും ഉദ്യോഗസ്ഥരുടെ ആ ഒരു ദുഷ്പ്രഭുത്വം വന്നിട്ടാണ്, അങ്ങനെയാണ് പിന്നെ മാവോയുടെ ആ ഒരു ഇത് വരുന്നത്. മാവോയുടെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ ലോങ് മാർച്ച്, 10,000 മൈൽസിൻ്റെ ലോങ് മാർച്ച്, അതിങ്ങനെ സദേൺ ചൈനയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി ലാസ്റ്റ് നോർത്തേൺ ചൈന വരെ ചെന്ന് പോകുന്ന വഴിക്ക്, അപ്പോൾ വിപ്ലവം തോക്കിൻകൊടയിലൂടെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജനറേഷൻ പലർക്കും മനസ്സിലാവില്ല. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെതിരെ പിന്നെ മാറ്റത്തിന് തടസ്സം നിൽക്കുന്നവനൊക്കെ വെടിവെച്ച് കൊല്ലുക. അതാണ് വിപ്ലവം തോക്കുംകൊടയിലൂടെ എന്ന് പറയുന്നത്. പിന്നീട് ഉണ്ട കളയാതിരിക്കാൻ ആൾക്കാരെ പിടിച്ച് വെട്ടാൻ തുടങ്ങി, കഴുത്ത് വെട്ടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഭൂ ഉടമകളെയും ഭൂഷാസികളെയും പിന്നെ അതുപോലെ കോടീശ്വരന്മാരെയോ ഇല്ലെങ്കിൽ അത് രാജാക്കന്മാരെയോ, രാജവംശം എന്ന് പറഞ്ഞ ചൈനയിലെ കംപ്ലീറ്റ്ലി ഇല്ലാതായി. ലോങ് മാർച്ച് എന്ന് പറഞ്ഞ ഒരു പടയോട്ടമാണ്, കൊന്നു തള്ളുന്ന ഒരു പടയോട്ടം. മാസങ്ങളും വർഷങ്ങളും എടുത്ത ഒരു കൊന്നു തള്ളിയ ആ ഒരു വർഗം ഇല്ലാതായി. ഇപ്പം ഈ ഫോർബിഡൻ സിറ്റിക്കകത്തോടെ ഞങ്ങളിങ്ങനെ, എൻ്റെ ആൾക്കാർ 40 പേരുണ്ട്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും ഫോർബിഡൻ സിറ്റി എന്ന് പറഞ്ഞാൽ പണ്ട് കോമൺസിന് ആർക്കും അവിടെ കയറാൻ പറ്റില്ല, ഫോർബിഡൻ ആണ്. പക്ഷേ ഇന്ന് രാജാവിൻ്റെ ഒരു അംശം കൂടി അവിടെ ഇല്ല. അതിൻ്റെ അവകാശികളായിട്ടോ ആ പേരിൽ അറിയപ്പെടുത്ത ഒരു അംശം പോലും അവിടെ ഫോർബിഡൻ സിറ്റിയിൽ നമുക്ക് വിസിറ്റേഴ്സിന് മാത്രം കാണാൻ പറ്റുന്ന ബീജിങ്ങിലെ ഒരു സ്ഥലമായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഹിസ്റ്ററിയുടെ, പിന്നെ ആദ്യത്തെ ഡൈനാസ്റ്റി മുതലുള്ള കഥകൾ അറിയാവുന്നതുകൊണ്ട് ചൈനയോടൊരു വൈകാരികമായൊരു അടുപ്പമുണ്ട്. അപ്പോൾ ഈ മാവോ വന്നതിന് ശേഷം പിന്നെ സമത്വം വന്നു, കംപ്ലീറ്റ്ലി സമത്വം വന്നു. കർഷകരാണ് മെയിനായിട്ട്. സമത്വം എന്ന് വെച്ചാൽ പട്ടിണിയിൽ സമത്വമാണോ? അല്ല, അന്നത്തെ ഒരു കാർഷിക വൃത്തി കൊണ്ട് മാത്രം ജീവിക്കുക, വിപ്ലവത്തിനെതിരിക്കുന്നവരെല്ലാം കൊന്നു തള്ളുക. അപ്പം സമത്വത്തിൻ്റെ മാത്രം ഒരു ഇത് വന്നു, കൃഷി ചെയ്യുക. പിന്നെ അവിടുത്തെ മെയിൻ അന്നത്തെ വാഹനം എന്ന് പറഞ്ഞാൽ സൈക്കിളാണ്, മാവോയുടെ കാലത്തുള്ളതെല്ലാം. അപ്പം മാവോ അയൺ മുഷ്ടിയോട് തന്നെ എല്ലാം ആ കമ്മ്യൂണിസം നടപ്പിലാക്കി വന്നപ്പം, പക്ഷേ മാവോ പല കാര്യങ്ങളും പറയുന്നതിന് ഒരു റിയാലിറ്റി മനോഭാവം ഇല്ലാതെ, അപ്പോൾ ഒരു വെള്ളം വരാനൊരു വഴിയില്ല. അപ്പോൾ ഒരു മലയ്ക്ക് കുറുവെ ആ മലയങ്ങ് മുറിച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ മലയെ മുറിച്ചേക്കാൻ പറഞ്ഞ് വെള്ളം കൊണ്ടുവരാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ലക്ഷങ്ങളതി പണിയെടുത്ത് മരിച്ചിട്ടുണ്ട്. മാവോ പറഞ്ഞത് കൊണ്ടുവരാൻ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം പറഞ്ഞ 60s ഇപ്പോൾ ഈ കൾച്ചറൽ റവല്യൂഷനൊക്കെ വരുന്ന തൊട്ട് മുമ്പുള്ള സമയത്താണ് ഈ പിന്നെ കുരുവികൾ കാരണമാണ്, കുരുവികളുമായിട്ടുള്ള വിപ്ലവം, സ്പാരോ വാർ എന്നും പറഞ്ഞ് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഈ പിന്നെ ഇതുങ്ങളെ മുഴുവനും സ്പാരോ വിത്തുകളെല്ലാം പറക്കിക്കൊണ്ട് പോകുന്നവരാണ് കൃഷി പരാജയപ്പെടുന്നത്. ഈ കുരുവികളെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. അതെ, അപ്പം നാഷണലായിട്ട് ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ച പട്ടാളക്കാരും ദേശവിരുദ്ധരും, അതെ, പിന്നെ കൃഷിക്കാരും കൂടി ഇതിനെ കൊല്ലാനായിട്ട് പോയി. പകല് മുഴുവൻ ഓടിയാണ്. ഇത് കുരുവി ഇങ്ങനെ പറന്ന് അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടിച്ചോടി അണച്ചിരിക്കുമ്പോൾ തല്ലിക്കൊല്ലും. അങ്ങനെ മൊത്തം കുരുവികളെ കളഞ്ഞു. അടുത്ത 3 വർഷം ക്രോപ്പ് ഫെയിലായിപ്പോയി. കാരണം ഇതിന് കീടങ്ങളെ തിന്നാൻ ഒന്നുമില്ല. കീടങ്ങൾ അങ്ങ് അനിയന്ത്രിതമായ പ്രകൃതിയെക്കുറിച്ചുള്ള ബേസിക് നോഹവ് ഇല്ലാതെ പോയി. അതങ്ങനെ അങ്ങ് പോയി അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനങ്ങളിൽ നിന്ന് ഒട്ടും
ഒരു ചെറിയൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കൂടെ ഉണ്ട്. നാർസിസ്റ്റ് ആയിരുന്നു ശരിക്കും. ഓക്കെ, ആ ഒരു മാർസിസ്റ്റ് അല്ല. അല്ല, മാർസിസ്റ്റാണ് ഒപ്പം തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ 76 കൂടി അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ നടിയായിരുന്ന ഭാര്യയും 3-4 പേരും കൂടെ ഭരണം കൈയാളുന്നുണ്ട്. പക്ഷെ അതിനെ പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു പിടിച്ചു. പിന്നെ ചൈനീസിലെ പട്ടിണി കൊണ്ടും മരണം കൊണ്ടും ഒക്കെ ചൈനീസ് വിപ്ലവം ഉണ്ടാകുന്നിടത്തെല്ലാം ഈ നടീനെയും ഇവരെ ട്രയൽ നടത്തുവാണ്. അത് TV കൂടെ ഒക്കെ കാണിച്ചു. അത് എപ്പോഴും പബ്ലിക് ഷോയിൽ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊന്നും തീർക്കത്തില്ല. ഇങ്ങനെ കോടതിയിൽ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പബ്ലിക്കിനെ കാണിച്ചപ്പോൾ ജനങ്ങൾ ഇങ്ങനെ വന്ന് കൂടി നിൽക്കുകയാണ് ഇവരെ ട്രയൽ നടത്തി അവസാനം വിധി വയ്ക്കുന്ന വരത്തേക്കുള്ള. ആ സമയത്താണ് ഡെങ് ഷിയോപിങ്ങിനെ തിരഞ്ഞെടുക്കുന്നത്. ഡെങ് ഷിയോപിങ്ങിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം റിച്ചാർഡ് നിക്സന്റെ അടുത്ത്, അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത് അങ്ങോട്ട് പറഞ്ഞാണ് എനിക്ക് അമേരിക്ക ഒന്ന് കാണാൻ വരണമെന്നും പറഞ്ഞ് അമേരിക്ക. അപ്പോൾ അദ്ദേഹം സ്വീകരിച്ചു, റിച്ചാർഡ് നിക്സൺ സ്വീകരിച്ചു. വലിയ ശത്രുക്കളാണ് ആ സമയത്ത്. എന്നിട്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ എങ്ങനെ ഇൻഡസ്ട്രി, ഇതൊരു ഭയങ്കര വിസ്തം അതിനകത്തുള്ളത്, അവരുടെ ഇൻഡസ്ട്രി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പല സ്ഥാപനങ്ങളും കാണുകയും തൊഴിലാളികളെ കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ നോക്കുമ്പം വെള്ളിയാഴ്ച ദിവസം ശമ്പളം കിട്ടുന്നു. ഇന്നും വെള്ളിയാഴ്ചയാണ് അവിടുത്തെ വീക്ക് സാലറി ആണല്ലോ. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നേരെ അവർ പബ്ബിൽ പോകുന്നു, ഡാൻസ് ചെയ്യുന്നു, മദ്യപിക്കുന്നു, ബിയർ കഴിക്കുന്നു, മാംസം വാങ്ങിക്കുന്നു, വീട്ടിൽ കൊണ്ടുപോകുന്നു. എല്ലാവർക്കും കാറുണ്ട്. ഇദ്ദേഹം അന്തം വിട്ടു പോവുക. കാരണം എന്നറിയോ, ചൈനയിൽ കാറെന്ന് പറഞ്ഞാൽ റയറസ്റ്റാണ്, കാറില്ല. പക്ഷെ അമേരിക്കയിലെ സഹാക്കളെല്ലാം ഭയങ്കരമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം വീണ്ടും ഒബ്സർവ് ചെയ്തപ്പോൾ ഇത് ചെയ്യാനായിട്ട്, ബിസിനസ് ചെയ്യാൻ എവിടുന്ന് പൈസ വരുന്നു. അന്ന് അമേരിക്കയിൽ ഒരു സിസ്റ്റം ഉള്ളതെന്താണെന്ന് ചോദിച്ചാൽ, ഈ വെള്ളിയാഴ്ച വരെ ജോലി ചെയ്തു. അപ്പോൾ വെള്ളിയാഴ്ച ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു $500 കൊടുക്കേണ്ടതെന്നിരിക്കട്ടെ. എക്സാമ്പിൾ $500 കൊടുക്കണമെങ്കിൽ 500 കൊടുക്കണ്ട, ഒരു $300 കൊടുത്താൽ മതി. $200 ഈ സ്ഥാപനത്തിന് ഓണമസിനെ പിടിച്ചിട്ട് അത് ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യാം, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഓരോ മാസവും ഓരോ ആഴ്ച ഇങ്ങനെ വരുന്ന 52 ആഴ്ചകൾ വരുന്ന പൈസ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് അത് ബിസിനസ്സിനകത്തിട്ട് അതിൻ്റെ ഒരു പ്രോഫിറ്റ് കൂടെ കൊടുക്കും. അപ്പോൾ ഒരു 3-4 വർഷം ജോലി ചെയ്ത ആളിന് 2 വിധത്തിലുള്ള, കേരളത്തിൽ ഇപ്പോൾ പല വിധത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ശമ്പളത്തിൻ്റെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലാഭവിഹിതമുണ്ട്. അപ്പോൾ ഇതൊരു ക്യാപിറ്റലാണല്ലോ. ഈ ക്യാപിറ്റലാണല്ലോ ശരിക്കും പറഞ്ഞാൽ മുതലാളിയുടെ കാശല്ല. മുതലാളിക്കെന്ന് പറഞ്ഞത് നടത്താനുള്ള കഴിവും പുതിയ ഐഡിയയും ഒക്കെയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റൽ വരാനായിട്ട് തൊഴിലാളികളും സബ്സ്ക്രൈബ്. ഇന്നും അമേരിക്ക നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു സംവിധാനമുണ്ട്. നമ്മൾ ഐഡിയ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇത് നടപ്പാക്കുന്നവരുണ്ടോ? ഈ ചില സ്കൂളുകളും ഒക്കെ നടത്തുന്നിടത്തുനിന്ന് അവിടെ ഈ പറഞ്ഞ എംപ്ലോയീസും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു റിട്ടേൺ കൂടെ മാസം തോറും കൊടുക്കുന്ന ഒരു രീതി ഇവിടെ സ്ഥാപനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ അതൊരു ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്ത് അന്വേഷിച്ചു പോയോ അത് കിട്ടി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പാർട്ടി കോൺഗ്രസ് ഇദ്ദേഹം മീറ്റ് ചെയ്യുന്നത് ഭയങ്കര ഡിപ്ലോമാറ്റിക്കായിട്ട് ഞാൻ ആ ഭാഗം വായിക്കുന്ന ഒരിതുണ്ട്. അപ്പം ഇദ്ദേഹത്തെ പ്രസംഗിക്കാനായിട്ട് ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്ന് നിന്നിട്ട് സംസാരിക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ രാഷ്ട്രം നമ്മുടെ ചൈന, പീപ്പിൾസ് ചൈന എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ നിയന്ത്രണത്തിലും അവർ പറയുന്നത് കേട്ട് മാത്രമായിരിക്കും നടത്തുന്നത്. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. അടുത്ത ഇദ്ദേഹം പറയുന്നത് ചെയർമാൻ മാവോയുടെ ഓരോ നിർദ്ദേശങ്ങളും ഓരോ വാക്കുകളും അതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം, അത് വെച്ചിട്ടായിരിക്കും ഭരണം നടത്തുന്നത്. അതിന് ഫുൾ കൈയടിച്ചു. മൂന്നാമത് ഇങ്ങനെ പറയുന്നത് ലക്ഷക്കണക്കിന് നമ്മുടെ സഹാക്കൾ തൊഴിലാളികളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആഹാരം കിട്ടാതെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ പുറത്തുനിന്നും ക്യാപിറ്റൽ വരണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിദേശ ക്യാപിറ്റൽസിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും അവരുടെ ക്യാപിറ്റൽസ് നമുക്ക് സ്വീകരിച്ച് അതുകൊണ്ട് നല്ല ലാഭം ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ടുള്ള ക്യാപിറ്റലിനെ കൊണ്ടുവരാനായിട്ടും തൊഴിലാളികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ടും അവർക്ക് പ്രത്യേക സ്ഥലം കൊടുക്കാനായിട്ടും ലാഭം അവർക്ക് റിപ്പാട്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള 7 പോയിന്റ് അങ്ങനെ കൊണ്ടിരുന്നത്. അതും ആ കൂടെ അടിച്ച് ശരി തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രസന്റ് ചെയ്യും ആദ്യം ഈ ക്യാപിറ്റലിസം കൊണ്ടുവന്ന് അങ്ങനെ ജയിക്കത്തില്ല. അപ്പോൾ ഡെങ് ഷിയോപിങ് ഓർഡർ, അപ്പം അതാണ് ഈ ഡിപ്ലോമസി. അപ്പം അതിനകത്ത് അദ്ദേഹം കൊണ്ടുവന്ന് ചെയ്തത്, ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് പാസ്സായി. പിന്നെ ചൈന എന്താ ചെയ്തെന്ന് വെച്ചാൽ ഫ്രാൻസിൽ നിന്ന് വരുന്നു, ഇറ്റലിയിൽ നിന്ന് വരുന്നു, എല്ലാ ഫാക്ടറിക്കാർക്കും സ്ഥലം എടുത്തു കൊടുക്കുന്നു, തൊഴിലാളികളെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളെ തുടങ്ങാം. അതങ്ങോട്ട് തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ പട്ടിണി തീർന്നു മാത്രമല്ല, സർപ്ലസ് വന്നു, ഒരുപാട് പേർക്കെല്ലാം കാറുകളായി, 5 സ്റ്റാർ ഹോട്ടലുകൾ വരുന്നു. അതങ്ങനെ ഒരു സൈഡിൽ കൂടെ. പിന്നെ സമ്പൽ സമൃദ്ധമായ ചൈനയുടെ ഇപ്പോഴും ചൈനയിൽ ശമ്പളം
ഞാൻ ഈ ഒരു 2 ആഴ്ചത്തെ മുമ്പത്തെ പറയുകയാണ്. ഞാൻ കണക്ക് കൂട്ടി, ഞാൻ ഒത്തിരി ഫാക്ടറി വിസിറ്റ് ചെയ്തു, അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാട് ഫാക്ടറീസ് വിസിറ്റ് ചെയ്തു. അപ്പം ഞാൻ അവിടുത്തെ വർക്കേഴ്സിൻ്റെ അടുത്ത്, അപ്പം എനിക്ക് ഞാൻ ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ അവരോട് ചോദിക്കാൻ എനിക്കൊരു ഉപകരണമുണ്ട്, മൊബൈലോട്ട് കണക്ട് ചെയ്താൽ ചോദിക്കാം. അവർ ചൈനീസിൽ പറയുന്നത് എനിക്ക് പറഞ്ഞാൽ ഇംഗ്ലീഷ് എൻ്റെ ചെവിക്കാക്കാം. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, സോഷ്യലൈസ് ചെയ്ത്, വേറെ ആരും വേണ്ട, ടെക്നോളജിയുടെ ഇത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഞാൻ ഇന്ത്യൻ സാലറി കൂട്ടി നോക്കി, സാധാരണ വർക്കർക്ക് 66,000 രൂപ സാലറി ഉണ്ട് ആവറേജ് വർക്കേഴ്സിന്. ഭയങ്കര സ്പീഡിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, ഭയങ്കര സ്പീഡിലാണ്, കാരണം സ്കിൽഡാണ്, ആ മേഖലയിൽ മാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമ്പൽ സമൃദ്ധമായ ചൈന, അതുപോലെ തന്നെ ചൈനയിൽ അങ്ങോളം ട്രെയിനുകൾ, മെട്രോസ്, പിന്നെ ഹൈ സ്പീഡ് ട്രെയിനുകളെല്ലാം. അപ്പോൾ ഈ ചൈന ഭയങ്കരമായിട്ട് വളർന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്ക ഈ വിരട്ടൊക്കെ ഉള്ളൂ, അമേരിക്കയുടെ കടപ്പത്രങ്ങൾ മുഴുവൻ ചൈനയുടെ കയ്യിലാണ്. ചൈന ഒരു ദിവസം ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ ഡോളർ നേരെ താഴെ പോരും. ചൈനീസ് ഇക്കോണമിയെ അമേരിക്കൻ ഇക്കോണമി ഡിപ്പെൻഡൻ്റ് ആണ്. ചൈന ഭയങ്കര ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സംഭവം ഇപ്പോഴും ഉണ്ട്, പക്ഷേ എല്ലാ ജനങ്ങളിലും, കാരണം അവിടെ ഇനിക്വാളിറ്റി ഇല്ലല്ലോ, ദാരിദ്ര്യം ഇല്ലല്ലോ, പ്രശ്നങ്ങളില്ലല്ലോ, അവർ വിപ്ലവത്തിന് നീഡില്ലല്ലോ. അപ്പം ഈ വളരെ കുറച്ച് ആൾക്കാർ ഒരു പക്ഷേങ്കിൽ ഇതിനു വേണ്ടി എതിർക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്ക് പ്രകടിപ്പിക്കാൻ ഒരു സാധ്യതയില്ല, ഒരു വേദിയില്ല. വാർത്തകളിൽ വരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ ശതകോടീശ്വരന്മാരും സാധാരണ തൊഴിലാളികളൊക്കെ അംഗങ്ങളും തന്നെയല്ലേ ഇപ്പോഴും? അല്ല, ഈ പോളിറ്റ് ബ്യൂറോക്കാരൊക്കെ കോടീശ്വരന്മാരാണെന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോക്കൽ എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾ അവിടെ ഇങ്ങനെ ചെയ്ത് സാധാരണ ആൾക്കാരുമായിട്ട് എനിക്ക് സംവാദിക്കാൻ പറ്റി. കാരണം അത് ഈ പറഞ്ഞതുപോലെ ടൈം കെറ്റിൽ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത് അവർക്ക് ചൈനീസ് തിരിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അങ്ങനെ വലിയ വറീസോ പരാതികൾ കാര്യമായിട്ടില്ല. പക്ഷേ ഇക്കോണമി വളരെ, അപ്പം ഈ അന്താരാഷ്ട്ര സമൂഹം ചൈനയോട് അടുത്ത കാലത്ത് സാധനങ്ങൾ വാങ്ങിക്കാതാകുകയും മാറിപ്പോവുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം വളരെ പ്രസക്തമാണ്. അമേരിക്ക, യൂറോപ്പൊക്കെ ചെയ്തത് ഈ റെഡ് സോൺ ഇൻഡസ്ട്രീസ് മുഴുവനും, അതായത് ഈ പൊള്യൂഷൻ വരുന്ന ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവൻ അവർ വളരെ ഡെലിബറേറ്റ് ആയിട്ട് ആഗ്രഹിച്ചത് ചൈനയ്ക്ക് അങ്ങ് കൊടുത്തു. അവിടെ പൊള്യൂഷൻ നടന്നോട്ടെ, ഞങ്ങളുടെ രാജ്യത്ത് പൊള്യൂഷൻ നടക്കണ്ട. അപ്പോൾ അവർ മാക്സിമം പൊള്യൂഷൻ കുറച്ചുകൊണ്ട്, പക്ഷേ മുഴുവൻ ജനം ഡിപ്പെൻഡ് ചെയ്യുന്നത് മുഴുവൻ ഇൻഡസ്ട്രി ആണല്ലോ. അപ്പോൾ ആ ഇൻഡസ്ട്രിയുടെ പൂർണ്ണമായിട്ടും, അപ്പം ശരിക്കും പറഞ്ഞാൽ വികസനമുണ്ട്, സാധാരണ ആൾക്കാർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മീഡിയയിൽ വരുന്നത് ഫോഴ്സ്ഡ് ലേബർ ഇപ്പോഴും അവിടെ നടക്കുന്നു എന്നാണ്. ഈ ഇപ്പോൾ ജയിലിൽ ഇപ്പോൾ അകാരണമായിട്ട് ഇപ്പോൾ ടിയാൻമെൻ സ്ക്വയർ പോലുള്ള പ്രതിഷേധിക്കുന്നവരെ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഇവരുടെ സ്പൈ വർക്കിലോ അനുസരിച്ച് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടുന്നു, എന്നിട്ട് അവരെ കൊണ്ടുപോയി ബലമായി ജോലി ചെയ്യിക്കുന്നു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം? അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഏറ്റവും കുറവാണ് അത്ര, ഈ ലേബർ കോസ്റ്റ് കുറവാണ്. ഞാനും ഞാൻ ഒരുപാട് വാർത്തകൾ കാണുകയും ഇതിനെക്കുറിച്ച് തന്നെ ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളോട് നിങ്ങൾ വിവേചനം കാണിക്കുന്നു, അവരെ കൊല്ലുന്നു, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുമായിട്ടല്ല, 1 to 1. ഞാൻ കുറച്ച് ഗ്രാമങ്ങളിലൊക്കെ പോയിരുന്നു ഈ പ്രാവശ്യം. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇത് ഒരു മോർ ദാൻ 50% പ്രൊപ്പഗൻഡയാണ്. അത് ശരി. വെസ്റ്റേൺ മീഡിയ കൊടുക്കുന്ന പ്രൊപ്പഗൻഡയാണ്. അങ്ങനെ. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉറക്കെ ബാങ്ക് വിളിക്കാനൊന്നും പറ്റില്ല. റിലീജിയൻ ഒരു സ്വകാര്യ സംഭവമായിട്ട് പള്ളിയിൽ പോകുന്നവരുണ്ട്, അമ്പലത്തിൽ പോകുന്നവരുണ്ട്, പല ആരാധനാലയങ്ങൾ. നേരത്തെ ഞാൻ പോകുമ്പോൾ കാണാതിരുന്ന ആരാധനാലയങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. അതിൻ്റെ മുന്നേ വിളക്ക് തെളിക്കാനായിട്ട് പോകുന്നുണ്ട്, ബുദ്ധിസ്റ്റ് പ്രതികളുടെ മുന്നേ ക്യൂ നിന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ ഈ സർക്കാരിനെതിരെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, സർക്കാരിനെതിരെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ചൈനയിലില്ല. പിന്നെ വേറൊരു കാര്യം, ചില കുറ്റങ്ങൾ സർക്കാരിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. സർക്കാരിനെതിരെ പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ജോലി ചെയ്ത് ഇപ്പം നമ്മൾ ഫോറിനേഴ്സൊക്കെ വളരെ പ്രൊട്ടക്റ്റഡാണ്. നമ്മളവിടെ ചെന്നാൽ നമുക്ക് അവരുടെ സിറ്റിസൺസ്, അവർക്ക് കയറാൻ പറ്റാത്ത ഒരുപാട് സ്ഥലത്ത് നമുക്ക് കയറാം. അവർക്ക് ടിക്കറ്റ് കാണും, നമുക്ക് ടിക്കറ്റ് കാണില്ല. നമ്മളെ റെസ്പെക്ട് ചെയ്യും. പോലീസ് ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നെയാണ്. ഈയിടെ അലിബാബയുടെ മുതലാളി ഉണ്ടല്ലോ, അവരൊന്നും പൊളിറ്റിക്സിനെ കുറിച്ച് പറയാൻ പാടില്ല. പൊളിറ്റിക്സിൽ കയറിയാണ് ആ പരിമിതിയുണ്ട്. പക്ഷേ ഈ ചൈനീസ് ഗവൺമെന്റ് എനിക്ക് മനസ്സിലായത്തോളം വളരെ ബെനവലന്റ് ആണ്.
വളരെ ബെനവലന്റ് ആണ്. പിന്നെ അതിനെതിരെ ഒരുപാട് വെസ്റ്റേൺ മീഡിയയുടെ എന്തായാലും ഡെങ് സിയാവോപിങ്ങിനെ നമുക്ക് ആധുനിക ചൈനയുടെ ഒരു ഫൗണ്ടർ തന്നെ പറയാം. ഉറപ്പായിട്ട് 100% അങ്ങനെയാണല്ലോ. അതിൽ നിന്ന് ഈ ഷീ യുഗത്തിലേക്ക് എത്തിയപ്പോൾ ഉള്ള മാറ്റം എന്താണ്? ഷീ യുഗത്തിലേക്ക് പിന്നെ കാര്യമായ മാറ്റങ്ങളില്ല. ഇദ്ദേഹം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വലിയ ഭീകരനൊന്നും അല്ല. പിന്നെ നമ്മൾ അവരുടെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും അവരുടെ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, നമ്മുടെ 5 സെന്റ് സ്ഥലത്ത് നിന്ന് ഒരാൾ തോണ്ടിയെടുത്താൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കൂലേ? അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അവരുടെ അതിർത്തി, അവരുടെ ഇൻറ്റഗ്രിറ്റിയെ കുറിച്ച് അവർ വളരെ ബോധമാണ്. അവരൊരു വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ചോദിച്ചു, നിങ്ങൾ ഈ പിന്നെ തൈവാനോട് നിങ്ങൾ ചെയ്യുന്നത് എന്തുവാ, വളരെ മോശമല്ലേ എന്ന് ചോദിച്ചു. തൈവാൻ കയറി പിടിക്കണം. അപ്പോൾ അവരെൻ്റെ അടുത്ത്, അത് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരൊന്നും അല്ല, സാധാരണക്കാരോട് വിവരമുള്ള ആൾക്കാർ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അതിനകത്ത് 95% ചൈനീസ് ആൾക്കാർക്ക് നമ്മുടെ കൂടെ കൂടണം. കുറച്ച് പേര് ജപ്പാനീസ് പോപ്പുലേഷൻ ഉള്ളതും ഫോറിൻ പോപ്പുലേഷൻ ഉള്ളതും കുറച്ച് വെസ്റ്റേൺ മീഡിയയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, അവർക്ക് തൈവാൻ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. പക്ഷേ അൾട്ടിമേറ്റ്ലി അവർ നമ്മുടെ കൂടെ വന്നേ പറ്റുള്ളൂ. കാരണം അത് ജനത്തിന്റെ ഒരു, എനിക്ക് തോന്നുന്നു പാരമ്പര്യമായിട്ട് അവരുടേതാണല്ലോ, ചൈനീസ് ആണല്ലോ അവിടുത്തെ അല്ലേ. കഴിഞ്ഞ ഒരു 50 years എനിക്ക് തോന്നുന്നു മാത്രമാണ്, സെക്കൻഡ് വേൾഡ് വാർ വരെയുള്ള ഒരു 50 years ആണ് ജപ്പാന്റെ കസ്റ്റഡിയിൽ അത് ഉണ്ടായിരുന്നത് അല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ അത് ആ ഒരു കൂട്ടർ പറയുന്നതുകൊണ്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു എക്സ്പാൻഷൻ അത് ചൈനയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. നമുക്ക് ബെൽറ്റ് ആൻഡ് നമുക്കറിയാം, അരുണാചൽ പ്രദേശൊക്കെ അവർ കണ്ടുവച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. അല്ല, ആ ഒരു പ്രശ്നം ചൈനയുടെ ഈ എക്സ്പാൻഷൻ വേണോ എന്നുള്ളൊരു സംഭവം. പിന്നെ ചൈനീസ് സാമ്രാജ്യം ആയി മാറണോ ലോകത്ത് ചൈനയുടെ ഇൻഫ്ലുവൻസ് വരുത്താനായിട്ട്. അതിപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യട്ടെ, നമ്മൾ അങ്ങനെയല്ലേ ആഗ്രഹിക്കത്തുള്ളൂ. ഇന്ത്യയുടെ പരമമായ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോ വ്യക്തിയും അതിനുവേണ്ടി മാത്രം നിൽക്കുകയല്ലേ. അപ്പോൾ ചൈനക്കാരനെ നമ്മൾ നോക്കിയിട്ട് അവൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നത് ശരിയാ. പിന്നെ ഈ ഭയങ്കരമായൊരു പിന്നെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ഒന്നും അടിച്ചമർത്തലും ഗവൺമെന്റിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. ചൈന ഇപ്പം നമ്മൾ ചെന്നിട്ടാണെങ്കിലും അവിടുത്തെ ഗവൺമെന്റിനെതിരെ പറഞ്ഞാൽ തിരിച്ചു പോരൂല. ബിസിനസിന്റെ കാര്യം നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. പിന്നെ എന്തെങ്കിലും അവരെന്തെങ്കിലും കുറ്റം കാണിച്ചാലും നമ്മൾ കുറ്റം കാണിച്ചാലും കൂടുതൽ റെസ്പോൺസിബിലിറ്റി അവർക്കാണ്. കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കാ ബുദ്ധിമുട്ട്. എന്തായാലും ചൈനയെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ചൈനയെ, അതും വികസിത ചൈനയെ അല്ലേ, ഒരു തിളങ്ങുന്ന ചൈനയെ നേരിട്ട് പതിവായി കാണുന്ന ഒരാൾ, ഏറ്റവും ഒടുവിൽ കണ്ടുവന്ന ഒരാൾ എന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരോടും പൊതുവെ ജനത്തോടും ചൈനയിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? വികസനം. ഇപ്പോൾ ചൈനീസ് വികസന മാതൃകയിൽ നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനുണ്ട്. ചൈനീസ് കൃഷി മേഖലയിൽ നിന്ന് ഒരുപാട് നമുക്ക് കോപ്പി ചെയ്യാനുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിൽ നമുക്ക് ഒരുപാട് കോപ്പി ചെയ്യാനുണ്ട്. റോഡുകളുടെ പണിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോപ്പി ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടെ പല പ്ലാനിങ്ങിനും നമുക്ക് ചൈനീസ് മോഡൽ. ഡെങ് സിയാവോപിങ് നിക്സന്റെ കാലത്ത് അമേരിക്കയിൽ ചെന്ന് പഠിച്ചതുപോലെ അതെ, നമ്മൾ ചൈനയിൽ പോയി പഠിക്കണം. ചൈന അല്ല, എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകമായിട്ടും ചൈനയെ പഠിക്കാനായിട്ട് അവസരം കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഈ കമ്മ്യൂണിസം ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ഒരു ഹ്യൂമൻ റൈറ്റും നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നിലകൊള്ളുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ പഴയ കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ, ലോകത്ത് പുതിയ വന്നേക്കുന്ന കാര്യങ്ങൾ പഠിക്കാതിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം. അപ്പോൾ പഴയ ഇതിൽ മാത്രം അതൊരു ഫണ്ടമെന്റലിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്നത് പോലെ. അപ്പോൾ അവർക്ക് ആ ഒരു വിശ്വാസത്തിൽ അവരങ്ങ് ഉറച്ചു നിൽക്കുകയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ഫണ്ടമെന്റലിസത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ മാറിയ ചൈന എന്താണ്, മാറിയ വിയറ്റ്നാം. ഞാൻ വിയറ്റ്നാമിൽ ലാസ്റ്റ് പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായ അട്രാക്ഷൻ തോന്നി. അവിടുത്തെ നമുക്ക് വേറെ എപ്പിസോഡ് ചെയ്യാം. അതെ, വിയറ്റ്നാമിൽ വന്ന മാറ്റങ്ങളൊക്കെ കേരളത്തിൽ വരണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള സംഭവമുണ്ട്. ചൈനയിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് സാധനങ്ങൾ പഠിക്കാൻ. ചൈനയെ പഠിക്കാൻ തയ്യാറാകട്ടെ അല്ലേ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം. തീർച്ചയായിട്ടും ഈ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ കമ്മ്യൂണിസം അവിടെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചൈനീസ് കമ്മ്യൂണിസം അവിടെ നാട്ടുകാർക്ക് എന്താണ് ചെയ്യുന്നത്, എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്. പിന്നെ രാഷ്ട്രത്തിനെതിരെ സംസാരിക്കുന്നവർ ആ രീതി ഡീൽ ചെയ്യുന്നത്, അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത് അവരുടെ ദേശീയ ബോധമാണ്, അത് അവരുടെ റൈറ്റാണ്. നമുക്ക് അവിടെ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. തീർച്ചയായിട്ടും അങ്ങേപ്പോലെ ഒരാൾ എല്ലാ അർത്ഥത്തിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ബിസിനസ്സുകാരുടെ ഗൈഡാണല്ലോ അങ്ങ്. അതെ, ഞാൻ പോകുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ഒരു ടീം കാണും. ഇവിടുത്തെ തന്നെ ഒരുപാട് ഇത് കാണും. അപ്പോൾ ഞാൻ കൂടെ ഉള്ളപ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള വ്യാപാര കരാറുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ക്രൂട്ടിനി ചെയ്യും. അപ്പോൾ ഇൻ്റർനാഷണൽ ലോ ഒക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അപ്പം നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ, ആപത്തില്ലാത്ത രീതിയിൽ
ചില സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടാ. അതെ. നമ്മളത് ഓർഡർ കൊടുക്കുന്നതിന് മുമ്പേ ചിന്തിക്കണം ആ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. ഇപ്പം സോളാർ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ബാറ്ററി ഒന്നും കൊണ്ടുവരാൻ ഇവിടുത്തെ ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ടതുകൊണ്ട് പലപ്പോഴും ടീമിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുന്ന അവർക്കൊരു ഇതാണ്. അതുകൊണ്ട് പുതിയ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഈ മാനവരാശിയുടെ വികാസങ്ങളെക്കുറിച്ചുമൊക്കെ ഗവേഷണം നടത്തുന്നവർക്കുള്ള റിസർച്ച് ഗൈഡ് കൂടി ആകാൻ പറ്റുന്ന ഒരു ബിസിനസ് ഗൈഡ് എന്ന നിലയിൽ അങ്ങയുടെ നിർദ്ദേശങ്ങൾ എനിക്ക് തോന്നുന്നു കേൾക്കേണ്ട കാരണങ്ങളിലൊക്കെ എത്തട്ടെ എന്നാണ് എൻ്റെ. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ എന്തെങ്കിലും ചേർത്ത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരെന്ത് ചെയ്യുന്നു ചൈനയിൽ, അവരുടെ ആ വികസനത്തിൻ്റെ മോഡല്, കാരണം ആ ജനങ്ങളുടെ ഇൻട്രസ്റ്റ് അവർ നടത്തുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാൻ കേരളം നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റാതെ നമ്മൾ തട്ടി നിൽക്കുകയാണ്. ജനങ്ങൾ അന്തിമമായി സംതൃപ്തരാണെന്നാണ് സാറിന്റെ അനുഭവം? അവിടുത്തെ ജനങ്ങൾ സംതൃപ്തരാണ്. ആണല്ലേ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നേടിയെടുത്ത് കഴിഞ്ഞെങ്കിൽ ഒരു ഗവൺമെന്റ് പ്രാഥമികമായി വിജയിച്ചു എന്നാണല്ലോ അതിന്റെ. അതെ, ബാക്കിയൊക്കെ സെക്കൻഡറി ഇഷ്യൂസ് ആണ്. ചൈന ഇപ്പൊ പൊട്ടിത്തെറിക്കുന്നാണ് വെസ്റ്റേൺ മീഡിയയുടെ ഒരു സംഭവം. പക്ഷെ എനിക്കത് തോന്നുന്നു അത് വെറും പ്രൊപ്പഗാൻഡയാണ് അല്ലേ? അത് പ്രൊപ്പഗാൻഡയാണ്. ശരി. കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് എനിക്ക് ഏത് റാൻഡമായിട്ട് ആരോട് വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും വിശ്വസനീയമായ വളരെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്. സാറ് തന്നെ ഒരു ടെസ്റ്റിമണി നടത്തി, സാറിന് നല്ല ബോധ്യമാണല്ലോ ഈ പറയുന്നത്. അതെ, ആ സത്യസന്ധമായിട്ടുള്ള ഈ വിവരങ്ങൾ തീർച്ചയായിട്ടും ചൈനയെക്കുറിച്ചുള്ള ഒരു ശരിയായ മുഖം നമുക്ക് മനസ്സിലാക്കാനും കൂടി അവസരം കിട്ടുന്നു. ഒപ്പം ചൈനയിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് എന്ന സന്ദേശം കൂടിയാണ് സാറിൻ്റെ ഈ യാത്രാ വിവരണം നമുക്ക് നൽകുന്നത്. നന്ദി സാർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.